നമുക്കിനി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. ഇതെങ്ങനെയാണ് നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളതിൻ്റെ മെത്തഡോളജിയാണ് ഇനി നമ്മൾ പറയുന്നത്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതിൽ ഏതൊക്കെ ഉപവിഭാഗങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക, ഇത് ഓൺലൈൻ ഇലക്ഷൻ സർവേ ആണ്. ഓൺലൈൻ ഇലക്ഷൻ സർവേയുമായി ബന്ധപ്പെട്ട് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് വോട്ടിംഗ് രേഖപ്പെടുത്താം. ഒന്ന്, റിപ്പോർട്ടർ ടിവിയുടെ സ്ക്രീനിൽ തെളിയുന്ന സ്കാൻ ഉപയോഗിച്ചുകൊണ്ട് QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം. അത് അല്ലെങ്കിൽ റിപ്പോർട്ടറിൻ്റെ വെബ്സൈറ്റിൽ പോയി ആ വെബ്സൈറ്റിൽ നിന്ന് ഇലക്ഷൻ സർവേയുടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അടുത്ത വിൻഡോയിലേക്ക് പോയി അവിടെ നിന്ന് നിങ്ങൾക്ക് സർവേ ഓപ്പൺ ചെയ്യാം. ഒന്നുകിൽ റിപ്പോർട്ടറിൻ്റെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോവുക. ഞങ്ങൾ അല്പസമയത്തിനുള്ളിൽ റിപ്പോർട്ടിൻ്റെ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഈ ചോദ്യങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിക്കാം. ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ചോദ്യത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ആദ്യ ഭാഗം നിങ്ങളുടെ MLA റേറ്റ് ചെയ്യുക എന്നതാണ്. ഒറ്റ ചോദ്യത്തിൽ അവസാനിക്കുന്നില്ല. MLAക്ക് പല ഘട്ടങ്ങളിലുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്ക്രീനിൽ അത് ഓൺലൈനായിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ കാണിച്ചു തരാം. എങ്ങനെയാണ് ഈ ഇലക്ഷൻ സർവേ നടക്കാൻ പോകുന്നത്, കേരളം ആർക്കൊപ്പം MLAക്ക് മാർക്കിടാം എന്നുള്ളതാണ് നമ്മൾ ആ സർവേക്ക് പറഞ്ഞിരിക്കുന്നത്. പ്രേക്ഷകർ ഈ വിൻഡോ ഓപ്പൺ ചെയ്ത് വരുമ്പോഴേക്കും ആ വിൻഡോ election.reporterlive.com കേരള/Assembly ഈ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോയാൽ കേരളം ആർക്കൊപ്പം MLAക്ക് മാർക്കിടാം എന്നുള്ള പേജ് ഓപ്പൺ ചെയ്തു വരും. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി നിങ്ങൾക്കും പങ്കാളികളാകാം. 140 MLAമാരുടെയും ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 140 MLAമാരുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് കാണാം. അത് കഴിഞ്ഞതിനു ശേഷമാണ് നിങ്ങളുടെ സർവേ ആരംഭിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ തലശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ AN ഷംസീറിനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെന്നിരിക്കട്ടെ. AN ഷംസീറിൻ്റെ മാർക്ക് നിങ്ങൾ ഇടാൻ പോകുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ആദ്യം MLA തിരഞ്ഞെടുക്കുന്നു. MLA തിരഞ്ഞെടുത്തതിനു ശേഷം നിങ്ങൾ പല കാറ്റഗറി ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ ഷംസീറിനെ നമ്മൾ ഉദാഹരണത്തിനെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, സ്പീക്കർ ആയതുകൊണ്ട്. അപ്പോൾ MLA വിലയിരുത്താം. AN ഷംസീർ, നിയമസഭയിലെ AN ഷംസീറിൻ്റെ പ്രകടനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അതാണ് MLAക്ക് മാർക്കിടുമ്പോഴുള്ള ആദ്യത്തെ ചോദ്യം. നിയമസഭയിൽ എങ്ങനെയാണ്, സ്പീക്കർ എന്ന നിലയിലാണ് ഇപ്പോൾ ഷംസീർ പ്രവർത്തിച്ചത്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം മെമ്പറായിരുന്നു. MP രാജേഷ് ഒഴിയുന്ന വേളയിലാണ് അദ്ദേഹം സ്പീക്കറായിട്ട് എത്തുന്നത്. മാർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ രേഖപ്പെടുത്താം. ഇവിടെ ബട്ടൺ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ആ ബട്ടൺ അനുസരിച്ച് ഏറ്റവും ലോവസ്റ്റ് മുതൽ നിങ്ങൾക്ക് 10 പോയിന്റുകൾ വരെ നിങ്ങൾക്ക് മാർക്ക് രേഖപ്പെടുത്താവുന്നതാണ്. നിലവിൽ നമ്മൾ ഇപ്പോൾ 5 മാർക്കിലേക്ക് ഇവിടെ നിർത്തുന്നു. കാരണം അത് ഒരു ഐഡിയൽ മാർക്ക് ആയതുകൊണ്ട് എൻ്റെ അഭിപ്രായം പോലും നിങ്ങളുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കരുത്. അതുകൊണ്ട് ഇത് 5-ൽ തന്നെ ഞാൻ നിർത്തുന്നു. രണ്ടാമത്തെ ചോദ്യം, വികസന പ്രവർത്തനങ്ങൾ, മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുക എന്നുള്ളതാണ്. MLA എന്ന നിലയിൽ അവിടെയും നിങ്ങൾക്ക് ഈ ബട്ടൺ നിങ്ങൾക്ക് പുറകോട്ടും മുൻപോട്ടും ഓടിച്ച് നിങ്ങൾക്ക് മാർക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഒരിക്കൽ അത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതവിടെ നിൽക്കുന്നു. അത് കഴിഞ്ഞാൽ ഫണ്ട് വിനിയോഗമാണ്. മണ്ഡലത്തിൽ MLA ഫണ്ട് വിനിയോഗിക്കുന്നതിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ MLA എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വാഗ്ദാനങ്ങൾ നിറവേറ്റൽ ആണ് അടുത്ത ചോദ്യം. ഏതൊക്കെ വാഗ്ദാനങ്ങൾ MLA നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് സമയത്ത് നൽകി, അവയിൽ എത്രത്തോളം പാലിക്കപ്പെട്ടു എന്നുള്ളതാണ് ചോദ്യം. മറ്റൊന്ന് ജനകീയത, അതായത് MLA ജനകീയനാണോ നിങ്ങളുടെ മണ്ഡലത്തിൽ, ആക്സസിബിലിറ്റി ഉണ്ടോ MLAക്ക് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. മണ്ഡലത്തിലെ സാന്നിധ്യം എത്രത്തോളം ഉണ്ട്, നിങ്ങൾ MLA വോട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മാത്രം കണ്ടയാളാണോ, അതല്ല ഇടയ്ക്കിടയ്ക്ക് MLA നിങ്ങൾ കാണാറുണ്ടോ, നിങ്ങൾ MLAയുമായിട്ട് സമ്പർക്കം പുലർത്താറുണ്ടോ. MLAയുടെ ഓഫീസിൻ്റെ പ്രവർത്തനമാണ് അടുത്ത പ്രധാനപ്പെട്ട കാറ്റഗറി, അടുത്ത വേരിയബിൾ. MLAയുടെ ഓഫീസിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, നിങ്ങൾക്ക് ആ MLAയുടെ ഓഫീസിൽ പ്രവർത്തിക്കാൻ പോകുന്നുണ്ടോ, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ, നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഓഫീസിൽ നിന്ന് നിർവഹിച്ച് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു റെസ്പോൺസെങ്കിലും ഒരു പ്രതികരണമെങ്കിലും കിട്ടുന്നുണ്ടോ, നിങ്ങളോട് സൗഹൃദപരമാണോ, അതല്ല നിങ്ങളോട് രാഷ്ട്രീയ വിരോധം കാണിക്കുന്നുണ്ടോ, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വിലയിരുത്താം. സുതാര്യത, MLAയുടെ പ്രവർത്തനങ്ങൾക്ക് ട്രാൻസ്പെറൻസി ഉണ്ടോ, സുതാര്യതയുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അവിടെയും നിങ്ങൾക്ക് ആ സുതാര്യതയുടെ കോളത്തിൽ നിങ്ങൾക്ക് മാർക്ക് രേഖപ്പെടുത്താം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഇടപെടലുകളുണ്ടോ, അതല്ല വെറും പാർട്ടിസാനായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന MLA ആണോ, ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന MLA ആണോ എന്നുള്ള ചോദ്യത്തിൽ നിങ്ങൾക്ക് മാർക്കിടാം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്ക് നിങ്ങൾക്ക് മാർക്കിടാം. അതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന പൊതുവിഷയങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ട പൊതുവിഷയങ്ങളിൽ MLA സ്വീകരിച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ പൊസിഷനോട് നിങ്ങൾക്ക് യോജിക്കുന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വിയോജിക്കുന്നുണ്ടെങ്കിൽ എത്രയുണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം, രണ്ടാം ഘട്ടത്തിലേക്ക് പോകാം. ഇത്രയുമാണ് നിങ്ങൾ MLAയുടെ കാര്യത്തിൽ റേറ്റ് ചെയ്യേണ്ടത്. ഓർമ്മിക്കുക, റിസൾട്ട് വരുമ്പോൾ ഇത്രയും ഘടകങ്ങളുടെ ആവറേജ് ആയിരിക്കും റിസൾട്ടായിട്ട് വരിക. ഇത്രയും വേരിയബിളുകളുടെ ആവറേജ് ആയിട്ടായിരിക്കും ആ MLAയുടെ 10 ഔട്ട് ഓഫ് 6 ആണെങ്കിൽ 6, 7 എന്നായിട്ട് വരിക. അതിൽ ഓരോ കാറ്റഗറിക്കും എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഘട്ടത്തിൽ. അപ്പോൾ ഓരോ MLAയും നിങ്ങൾക്ക് വ്യത്യസ്ത കാറ്റഗറിയിലായി മണ്ഡലത്തിലെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ ഫണ്ട് വിനിയോഗം, ട്രാൻസ്പെറൻസി,
പൊളിറ്റിക്കൽ അദ്ദേഹത്തിന്റെ പൊസിഷൻ എന്തായിരുന്നു എന്നുള്ളത്, നിലപാടുകൾ എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഇങ്ങനെ വിവിധ കാറ്റഗറികളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മണ്ഡലത്തിലെ MLA റേറ്റ് ചെയ്യാം. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ അവസരം നിങ്ങൾ പൂർണ്ണമായിട്ടും വിനിയോഗിക്കുക. ഇതാണ് ഈ സർവേയിലെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, റിപ്പോർട്ടിന്റെ സ്ക്രീനിൽ തെളിയാൻ പോകുന്ന QR കോഡ് സ്കാൻ ചെയ്തോ റിപ്പോർട്ടിന്റെ വെബ്സൈറ്റിൽ പ്രവേശിച്ചോ നിങ്ങൾക്ക് നിങ്ങളുടെ MLA മാർക്ക് ഇടാവുന്നതാണ്. ഇത് ഇലക്ഷൻ സർവേയുടെ ആദ്യ ഘട്ടമാണ്. രണ്ടാം ഘട്ടത്തിൽ മറ്റു ചോദ്യങ്ങൾ വരും, അതിലേക്ക് നമ്മൾ വിശദീകരിക്കാം. അതിന് മുമ്പ് സ്മൃതി കൂടി നമുക്കൊപ്പമുണ്ട്. സ്മൃതി, ഇതാണ് നമ്മൾ MLA മാരെ മാർക്കിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട വേരിയബിളുകൾ. രാഷ്ട്രീയ നിലപാട്, കക്ഷി രാഷ്ട്രീയത്തിനതീതമായ ഇടപെടൽ, സുതാര്യത, MLA ഓഫീസിന്റെ പ്രവർത്തനം, മണ്ഡലത്തിലെ സാന്നിധ്യം, ജനകീയത, വാഗ്ദാനങ്ങൾ നിറവേറ്റൽ, ഫണ്ട് വിനിയോഗം, വികസന പ്രവർത്തനങ്ങൾ, നിയമസഭയിലെ പ്രകടനം എന്നീ കാറ്റഗറികളിലാണ് നമ്മൾ MLA വിലയിരുത്താൻ പോകുന്നത്. ഏറെക്കുറെ ഒരു MLA വിലയിരുത്തുന്നതിന് സമഗ്രമായ ഒരു ചോദ്യങ്ങളല്ലേ ഇതെല്ലാം? ഇനി അല്പം കൂടി സമഗ്രമാകേണ്ടതുണ്ട്. MLA മാർക്കിടുന്നത് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട 6 ചോദ്യങ്ങൾ കൂടി നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൂടി ആകുമ്പോഴേ അത് സമഗ്രമാകുകയുള്ളൂ. നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന ഏറ്റവും സുപ്രധാന വിഷയം എന്ത് എന്നതാണ് ആദ്യത്തെ ചോദ്യം. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം, അല്ലെ? അടുത്തത് പ്രതിപക്ഷ നേതാവിന്റെ പ്രവർത്തനത്തെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. രാഷ്ട്രീയ ചോദ്യങ്ങളാണ്. അപ്പോൾ രാഷ്ട്രീയമായി നിങ്ങളുടെ നിലപാട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അടുത്തത് പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അല്ലെ? പക്ഷേ അവിടെ ഒരു പ്രേക്ഷകർക്ക് സംശയം വരും, നമ്മൾ എഴുതുകയാണോ വേണ്ടത് എന്നൊരു ചോദ്യം വേണ്ട. അത് നമുക്ക് ഡിജിറ്റലിൽ നിങ്ങൾക്ക് അതിന്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ഓരോ പാർട്ടിയിൽ നിന്നും ഷഫീഖ് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് 1ഉം 2ഉം അല്ല, ഒരു മുന്നണിയിൽ നിന്ന് 4 പേരെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആളുകളുണ്ട്. എല്ലാ മുന്നണികൾക്കും മുഖ്യമന്ത്രി കാംക്ഷികൾ ഉള്ളത് കൊണ്ട്, മുഖ്യമന്ത്രി മോഹമുള്ളവരുള്ളത് കൊണ്ട് എളുപ്പമാണ്. മാത്രമല്ല പ്രതീക്ഷിക്കാത്ത പേര് വരുമോ എന്നുള്ള കൗതുകം അവിടെ നിൽക്കുന്നു. ആ പേരുകൾ ആരൊക്കെയാണെന്ന് 12 പേരുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പേരുകൾ ഏതൊക്കെയാണ് നമുക്ക് പ്രേക്ഷകരെ കാണിക്കണ്ടേ? അതിനു മുമ്പ് സ്ക്രീനിൽ പ്രേക്ഷകർ ഉറ്റു നോക്കിയാൽ അത് കാണാം. എനിക്ക് തോന്നുന്നത് നമുക്ക് വളരെ ബോൾഡായിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ളത് നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ വരുമ്പോൾ നമുക്കത് പരിചയപ്പെടുത്താം. ഓരോ ചോദ്യം നമുക്ക് പരിചയപ്പെടുത്താം. ശരി, അടുത്തത് ഇപ്പോഴത്തെ ഏറ്റവും മികച്ച മന്ത്രി ആര് എന്ന ചോദ്യമാണ്. അതായത് ഇപ്പോഴത്തെ മന്ത്രിമാർക്ക് അല്പം നെഞ്ചിടിപ്പുണ്ടാവുന്ന കാര്യമാണ്. ഞാൻ മോശക്കാരനാകുമോ, എനിക്ക് വരുന്ന മാർക്ക് കുറയുമോ എന്ന് ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ ഏറ്റവും മികച്ച മന്ത്രി ആര് എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കുന്നു. അതെ, അതിന്റെയും ഓപ്ഷൻസ് ഉണ്ടാവും. അതിന്റെ ഓപ്ഷൻസിലും ഷഫീഖ് നമ്മൾ എല്ലാ മന്ത്രിമാരുടെയും ഡ്രോപ്പ് ലിസ്റ്റ് ആയിട്ട് വരും. എല്ലാ മന്ത്രിമാരുടെയും പേര് നിങ്ങൾക്ക് നമ്മൾ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മന്ത്രിയെ നിങ്ങൾ തെരഞ്ഞെടുത്താൽ മാത്രം മതിയാവും. മന്ത്രിക്ക് മാർക്ക് ഇടണ്ട, തെരഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഏത് മന്ത്രിയാണ്? ഇപ്പോൾ നിങ്ങൾക്ക് ശിവൻകുട്ടി മിനിസ്റ്റർ ആണ് ഇഷ്ടമെങ്കിൽ ശിവൻകുട്ടി മിനിസ്റ്റർ, നിങ്ങൾക്ക് ജിഞ്ചു റാണിയാണ് ഇഷ്ടമെങ്കിൽ ജിഞ്ചു റാണി, നിങ്ങൾക്ക് റോഷി അഗസ്റ്റിൻ ആണെങ്കിൽ റോഷി അഗസ്റ്റിൻ. എല്ലാ മുന്നണിയിലെല്ലാവരും ആയല്ലോ അല്ലേ? ഇനി ഒരു മുന്നണി വിട്ടിട്ടുണ്ട്, ശശീന്ദ്രൻ. AK ശശീന്ദ്രൻ ആണെങ്കിൽ AK ശശീന്ദ്രൻ. ഇനി ആരെങ്കിലും വിട്ടിട്ടുണ്ടോ? കടന്നപ്പള്ളി രാമചന്ദ്രൻ ഏകനാണ്. അപ്പൊ കടന്നപ്പള്ളി രാമചന്ദ്രൻ. അപ്പൊ CPM CPI എല്ലാമായി. അല്ല, അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഏത് മുന്നണി അധികാരത്തിൽ വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാൽ ഏത് മുന്നണി അധികാരത്തിൽ വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ ചോദ്യം. ഇതിലാണ് നമ്മളൊരു ട്രെൻഡ് നമുക്ക് കാണാൻ കഴിയുന്നത്. എത്ര ശതമാനം ആളുകൾ ഏത് മുന്നണിയെ, UDF എത്ര പിന്തുണയ്ക്കുന്നു, LDF എത്ര പിന്തുണയ്ക്കുന്നു, NDA എങ്ങനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ജിമി, ഈ ചോദ്യങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു മൂഡ് ഓഫ് ദി സ്റ്റേറ്റ് അറിയാൻ വേണ്ടിയാണ്, ഒരു പൊളിറ്റിക്കൽ മൂഡ് ഓഫ് ദി സ്റ്റേറ്റ് അറിയാൻ വേണ്ടിയാണ്. ഏതെങ്കിലും തരത്തിൽ ഇത് അന്തിമ ഫലത്തെ സ്വാധീനിക്കാൻ വേണ്ടിയല്ല. അന്തിമ ഫലം ഇതാകുമെന്ന് നമ്മളിപ്പോൾ ക്ലെയിം ചെയ്യുന്നില്ല. കാര്യം ഇനി തെരഞ്ഞെടുപ്പിന് ഏകദേശം ഒരു 50 ദിവസമുണ്ട്. ഈ വോട്ട് ചെയ്യുന്ന ഓരോ ദിവസവും വളരെ പ്രധാനപ്പെട്ടതാണ്. അവസാനത്തെ 24 മണിക്കൂറിൽ വോട്ട് രേഖപ്പെടുത്തുന്ന 10% ആളുകൾ ഉണ്ടാവും. അവർ തന്നെ 5% താഴെ വളരെ നിർണായകമായ സ്വിംഗ് വോട്ടേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് അന്തിമ ഫലമാകണമെന്ന് ഒരു ക്ലെയിമും നമ്മളിപ്പോൾ വെക്കുന്നില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി ഒരിക്കലും ഇനി ഒരു ഒപ്പീനിയൻ പോൾ നടത്താൻ പാടില്ല എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് വരെ പോളിംഗ് നടക്കുന്ന ഒരേ ഒരു ഒപ്പീനിയൻ പോൾ ഇതാണ്. എന്നോട് ചുരുക്കത്തിൽ ഏത് മുന്നണി അധികാരത്തിൽ വരേണ്ടത്, ആര് മുഖ്യമന്ത്രിയാകണം മുതലായ ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഏറ്റവും അവസാനത്തെ ഉത്തരം ഇതിനകത്തായിരിക്കും ഉണ്ടാവുക. അതാണ് ഇതിന്റെ പ്രത്യേകത. ഒരു കാര്യം കൂടി, പിയാസുനിലാണ് ഇന്നിത് ഈ സർവേ പ്രസിദ്ധീകരിക്കണമെന്ന് തീരുമാനിക്കുന്നത് പിയാസുനിലായിരിക്കും. വൈ? ബിക്കോസ് പിയാസുനിലായിരിക്കും ഇലക്ഷൻ കമ്മീഷന്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള വിവരം ഡൽഹിയിൽ നിന്ന് തരിക. പെട്ടെന്ന് ആളുകളെ തെറ്റിദ്ധരിച്ചു കാണുന്നു. അതെ, പിയാസുനിൽ എന്നത്തേക്കായിരിക്കും വരിക? പിയാസുനിലാണ് പറഞ്ഞത് മാർച്ച് ആദ്യവാരം ഒരുപക്ഷെ പ്രഖ്യാപനം പ്രതീക്ഷിക്കാമെന്ന്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഏതാണ്ട് ഈ ഷെഡ്യൂൾ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങൾ ഈ മാസം 15-ാം തീയതി മുതൽ തെരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. ഒരുപക്ഷെ 21, 22 അവർ തിരിച്ച് ഡൽഹിയിലെത്തും. അതിനുശേഷം ഫുൾ കമ്മീഷൻ ചേരും. പിന്നെ എപ്പോൾ വേണമെങ്കിലും പ്രഖ്യാപിക്കാം. ഒരുപക്ഷെ ഫെബ്രുവരി അവസാന വാരം, അതല്ലെങ്കിൽ മാർച്ച് ആദ്യവാരത്തിൽ. അപ്പോൾ
വളരെ കുറച്ച് സമയമേ ഉള്ളൂ. വേഗത്തിൽ വോട്ട് ചെയ്യണം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ നിമിഷം മുതൽ നിങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്തി തുടങ്ങാം അല്ലേ? ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യുമല്ലേ? ഈ സർവേ പേജിന് ഇതിനോടൊപ്പം മറ്റൊരു പ്രത്യേകത കൂടിയിട്ടുണ്ട്. ഒരേ സമയം ഇതൊരു സർവേ ആയിരിക്കെ തന്നെ ഇതൊരു വലിയ ഡാറ്റാബേസ് കൂടിയാണ്. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളുടെയും ഏറ്റവും സമഗ്രമായ ഒരു ചരിത്രം കൂടിയാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം, രാഷ്ട്രീയ ചരിത്രം, സാമൂഹിക ചരിത്രം, മണ്ഡലത്തിൽ ഇന്നോളമുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം, ആ മണ്ഡലത്തെ ഇന്നോളം ആരെല്ലാം പ്രതിനിധീകരിച്ചിട്ടുണ്ട്, മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്, ആരാണ് ആ സ്ഥാപനങ്ങൾ ഭരിക്കുന്നത്, അതിർത്തി മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്ന് തുടങ്ങിയിട്ട് ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട ഇന്നോളമുള്ള രാഷ്ട്രീയവും സാമൂഹികവുമായ സമഗ്രമായ ചിത്രം കൂടി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രേക്ഷകർക്ക് ലഭിക്കുന്ന വിധത്തിലാണ് നമ്മൾ ഈ സർവേ ഒരു കംപ്ലീറ്റ് ആർക്കൈവ്സ്, ഒരു ഡാറ്റാബേസ് എന്ന നിലയിൽ കൂടിയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത് പലവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കേരളത്തിന്റെ മണ്ഡലങ്ങളുടെ ചരിത്രം ആവശ്യമുള്ള മുഴുവൻ ആളുകൾക്കും വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ